ചേർത്തല പള്ളിപ്പുറത്തെ 4 സ്ത്രീകളുടെ തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം നിർണായകമായ ചില നീക്കങ്ങളിലേക്ക് കടക്കുകയാണ്. സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ സംശയകരമായ 3 സ്പോട്ടുകൾ കണ്ടെത്തി. ആദ്യ സ്പോട്ട് 2.5 മീറ്റർ താഴ്ചയിൽ കുഴിക്കാനാണ് നിർദ്ദേശം. വീടിന്റെ മുൻഭാഗത്താണ് രണ്ടാം സ്പോട്ട്. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചാണ് പരിശോധന. ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് അന്വേഷണത്തിനായി ക്രൈംബ്രാഞ്ച് ആവശ്യപ്രകാരം നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് സംഘമാണ് തെരച്ചിൽ നടത്തുന്നത്. എല്ലായിടത്തും വിശദമായി പരിശോധിക്കുമെന്ന് പോലീസ് പറഞ്ഞു. എൻവയറൺമെന്റൽ സയൻസ് സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് തിരുവനന്തപുരത്ത്. സാർ അതെ, ഈ സ്പോട്ട് മാത്രമാണോ വീടിനകമാണ്? എല്ലായിടത്തും പരിശോധിക്കും. പള്ളിപ്പുറത്തെ ഈ വീട്ടുവളപ്പിൽ സെബാസ്റ്റ്യൻ, കേസിലെ പ്രതിയായിട്ടുള്ള സെബാസ്റ്റ്യൻ ആരെയൊക്കെ കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളിൽ എന്തായാലും ചില വിവരങ്ങൾ ഈ അന്വേഷണത്തോടെ, ഈ തെരച്ചിലോടെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശരണ്യ, കഴിഞ്ഞ ദിവസം ആ വീട്ടുവളപ്പിൽ നടത്തിയ പരിശോധനയിൽ ഒരു അസ്ഥികൂടം കണ്ടെത്തിയതാണ്. മറ്റു ചില നിർണായകമായിട്ടുള്ള വിവരങ്ങൾ, ലേഡീസ് ബാഗ് അടക്കം അവിടെ നിന്നും ലഭിച്ചതുമാണ്. ഇപ്പോൾ ഈ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ 3 സ്പോട്ടുകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഈ ദുരൂഹമായ പല തിരോധാന കേസുകളുടെയും ചുരുളഴിയുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ? ടോമി, ഇപ്പോൾ നടക്കുന്നത് ശാസ്ത്രീയമായ പരിശോധനയാണ്. നമ്മളിപ്പോൾ കാണുന്നത് സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തുള്ള പുരയിടമാണ്. ഇവിടെ 2.5 ഏക്കറിന് മേളിലായി ഈ സ്ഥലം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഉദ്യോഗസ്ഥർ JCB ഉപയോഗിച്ചടക്കമുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് തെങ്ങുകൾ ഉൾപ്പെടെ പിഴുത് ഉള്ള പരിശോധനയാണ്. അതായത് ഇന്നിപ്പോ ഉള്ളത്, ഇവിടെ വന്നിരിക്കുന്നത് NCSSന്റെ സംഘമാണ്. അതായത് എർത്ത് സ്റ്റഡീസ് നടത്തുന്ന സയന്റിസ്റ്റുകളുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. അവര് ആണ് ഈ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്, അവര് കൊണ്ടുവന്നിട്ടുള്ള പെനട്രേറ്റിംഗ് റഡാറുകളുണ്ട്. ആ റഡാറുകൾ ഉപയോഗിച്ചിട്ട് 5 മീറ്റർ താഴ്ച വരെ അത് ഉപയോഗിച്ച് ഇത് പെനട്രേറ്റ് ചെയ്ത് നോക്കാൻ പറ്റും. അതിന്റെ സിഗ്നൽസ് ഉണ്ടോ, എന്തെങ്കിലും അടിയിൽ കുഴിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ മണ്ണിന്റെ ഘടനയിൽ വ്യത്യാസമുണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനം വെച്ചാണ് ഇപ്പോൾ അത് നടക്കുന്നത്. ആ ഒരു പരിശോധന ഒരു ഭാഗത്തായി നടന്നു പോകുമ്പോഴാണ് അതിന്റെ മറ്റ് ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ JCB ഉപയോഗിച്ച്, അതായത് ഐഡന്റിഫൈ ചെയ്യുന്ന സ്പോട്ടുകൾ JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്ത് നോക്കുന്നത്. അങ്ങനെ ചില സ്ഥലങ്ങളിൽ മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട്. ആ നീക്കം ചെയ്ത ഇടങ്ങളിലൊക്കെ തടികളും ഒക്കെയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ആ രീതിയിലുള്ള മറ്റ് സംശയാസ്പദമായ സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഒരു തെങ്ങ്, നമ്മുടെ ദൃശ്യങ്ങൾ കാണുന്ന ഒരു തെങ്ങ് നിന്നിരുന്ന ഭാഗം മാറ്റി അതിന്റെ താഴെ കുഴിച്ചു നോക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരം പരിശോധനകളാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും വളരെ തീവ്രമായ പരിശ്രമത്തിലാണ് 2 അന്വേഷണ സംഘങ്ങൾ, അതായത് കോട്ടയത്തും നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘവും ആലപ്പുഴയിൽ നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘവുമാണ് പരിശോധനകൾ ഏർപ്പെടുന്നത്. അതിൽ ഇന്നിപ്പോൾ എത്തിയിട്ടുള്ളത് ആലപ്പുഴയിൽ നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘമാണ് എത്തിയിട്ടുള്ളത്. അവര് ബിന്ദു പത്മനാഭൻ തിരോധാന കേസിലാണ് ഇപ്പോൾ ഈ NCSSന്റെ സഹായം തേടിക്കൊണ്ടുള്ള പരിശോധന നടത്തുന്നത്. ഇതിന്റെ വിവിധ സ്പോട്ടുകളായിട്ട് കുഴിച്ചു നോക്കി പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ NCSSലെ ഉദ്യോഗസ്ഥർ അവരുടെ റഡാർ സംവിധാനം കൊണ്ടുവന്നിട്ട് ഈ മണ്ണിന്റെ പുറത്ത് നിരക്കിയാണ് അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിരക്കി നീക്കുമ്പോൾ എന്തെങ്കിലും അസ്വാഭാവികമായി ഉണ്ടെങ്കിൽ അവരുടെ കയ്യിലുള്ള ലാപ്ടോപ്പിൽ അതിന്റെ ആ സിഗ്നൽസ് ഡിറ്റക്ട് ചെയ്യും. അങ്ങനെയുള്ള ഡിറ്റക്ഷനാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും വളരെ തീവ്രമായ പരിശ്രമത്തിലാണ് അന്വേഷണ സംഘം ഈ കേസിനകത്ത് ഉള്ളത് എന്നുള്ളതാണ്. 4 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള സംശയത്തിന് നിഴലിലാണ് ഈ പറയുന്ന സെബാസ്റ്റ്യൻ എന്ന വ്യക്തി. അയാൾ ഇപ്പോൾ ജയനമ്മ തിരോധാന കേസിൽ പോലീസിന്റെ റിമാൻഡിലായിരുന്നു, ഇപ്പോൾ കസ്റ്റഡിയിലുമുണ്ട്. ഇയാളിൽ നിന്ന് പരമാവധി വിശദാംശങ്ങൾ തേടുമ്പോൾ പോലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഇയാൾ അന്വേഷണ സംഘത്തോട് ഒരു വിധത്തിലും സഹകരിക്കുന്നില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള നിസ്സഹകരണം നിലനിൽക്കുമ്പോഴാണ് ശാസ്ത്രീയമായ പരിശോധനകളുടെ കാര്യങ്ങൾ വിലയിരുത്താം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. നമ്മളെ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ ഭാഗങ്ങൾ കണ്ടോ, ഈ സ്ഥലങ്ങളൊക്കെ ഇതുപോലെ തോടും കുളങ്ങളും ഒക്കെ ഇടകലർന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് ഇതൊക്കെ കണ്ടെത്തുക എന്നുള്ളത് വളരെ ശ്രമകരമാണ്. ഈ കഴിഞ്ഞ ദിവസം മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലത്തു നിന്നും തൊട്ടടുത്തായിട്ടാണ് കഴിഞ്ഞ ദിവസം കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ പരിശോധനയിൽ അസ്ഥിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അവിടെ അടക്കമുള്ള സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഈ NCSSന്റെ സംഘം ആദ്യം തന്നെ പുറത്തേക്ക് വന്ന വീടിന്റെ വടക്ക്
വടക്ക് കിഴക്ക് മൂലയ്ക്കായി പരിശോധന നടത്തിയിരുന്നു. അവിടെ ഒരു സ്പോട്ട് ഐഡന്റിഫൈ ചെയ്തു. 2.5 മീറ്റർ താഴ്ചയിലാണ് ആ സ്പോട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇവർ പല സ്ഥലങ്ങളിലായിട്ട് സ്പോട്ട് ഐഡന്റിഫിക്കേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു വലിയ പുരയിടമാണ്. ചിലപ്പോൾ ഒരുപക്ഷെ താഴ്ചയിൽ മറ്റെന്തെങ്കിലുമൊക്കെ കുഴിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ ഭയങ്കര പാടാണ് എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്തുള്ള പരിശോധന കൃത്യമായി നടത്താനാകും. പിന്നെ സംശയം ഉള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതും. എന്തായാലും വീടിനകത്ത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ ഈ 2.5 ഏക്കറുള്ള പുരയിടത്തിന്റെ വിവിധ ഭാഗങ്ങളായി ഐഡന്റിഫൈ ചെയ്ത സ്ഥലങ്ങളിൽ പരിശോധന നടക്കുന്നു. അതിനിടയിൽ തന്നെ അവിടെ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ കോട്ടയത്തെ സംഘത്തിന്റെ കയ്യിൽ സെബാസ്റ്റ്യൻ ഉണ്ട്. സെബാസ്റ്റ്യൻ ഇപ്പോഴും വിവരങ്ങൾ തുറന്നു പറയാനായി തയ്യാറാകുന്നില്ല. ആ ഒരു പശ്ചാത്തലമാണ് നിലനിൽക്കുന്നത്. എങ്കിൽ പോലും ഇന്നിപ്പോൾ നടത്തുന്ന ശാസ്ത്രീയ പരിശോധനകൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ കേസിൽ എന്തെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുമെങ്കിൽ അത് ഗുണം ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് ഇന്ത്യയിലെ തന്നെ രണ്ടാമതാണ് ഒരു കുറ്റാന്വേഷണത്തിൽ ഇന്ത്യയിൽ തന്നെ രണ്ടാമതാണ് NCSSന്റെ സഹായം തേടുന്നത്. ഇവർ ആർക്കിയോളജി സർവേക്കും ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എർത്ത് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട സഹായങ്ങളൊക്കെ നൽകുന്ന സംവിധാനമാണ്. അതിൽ നിന്നും കുറ്റാന്വേഷണ കേസുകളിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി സ്പെഷ്യൽ റിക്വസ്റ്റ് നൽകിയാണ് ഇപ്പോൾ ഈ സംഘത്തിനെ കേന്ദ്ര സർക്കാരിന്റെ അധീനതയിലുള്ള ഡിപ്പാർട്ട്മെന്റാണ് ഇവരെ ഇപ്പോൾ ഇതിനകത്ത് നിയോഗിച്ചിട്ടുള്ളത്, ഈ സയന്റിസ്റ്റുകളെ നിയോഗിച്ചിട്ടുള്ളത്. ഇവരിപ്പോൾ ഇതിനു മുമ്പ് ഒരു നിസാമുദ്ദീൻ എന്ന 15 വയസ്സുകാരന്റെ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിരുന്നു. ഇവരെ സഹായം തേടിയിരുന്നു. അന്നും ഒരു പരിമിതിയായിരുന്നത് അന്നും 1 ഏക്കറോളം ഈ കുട്ടി അവസാനമായി കണ്ടു എന്ന് പറഞ്ഞ സ്ഥലത്ത് പരിശോധന നടത്തിയപ്പോൾ അത് 1.5 ഏക്കറോളം സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്തും ഇതുപോലെ ഈ ഉപകരണം ഉപയോഗിച്ചുള്ള പരിശോധന എന്ന് പറയുന്നത് ഒരുപാട് ദിവസം എടുക്കേണ്ടി വരും. അപ്പോൾ അന്നും ഇവർക്ക് ഈ സ്ഥലത്തിന് അത്രയും വലിയ സ്ഥലം ഉള്ളതുകൊണ്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. എന്തായാലും ഇവിടെ കുറേ സ്പോട്ടുകൾ ഇപ്പോൾ അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി കുഴിച്ചു നോക്കുമ്പോൾ അറിയാം അതിനടിയിൽ എന്താണ് എന്നുള്ളത്. ടോം, തീർച്ചയായും ശരണി സൂചിപ്പിച്ചതുപോലെ ശരണി ഇപ്പോഴും ഈ നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് സംഘത്തിൻ്റെ പരിശോധന, റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളിൽ നിന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ നിലവിൽ 3 സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു മൃതദേഹം, നേരത്തെ ഒരു മൃതദേഹ അവശിഷ്ടം, ഒരു അസ്ഥികൂടം കണ്ടെത്തിയിരുന്നു. ശരണയുടെ തൊട്ട് പിന്നിൽ കാണുന്ന ആ കുളത്തിൽ നിന്നും ചില അസ്ഥി കഷ്ണങ്ങൾ കണ്ടെടുത്തിരുന്നു. ഒരുപക്ഷെ ഈ വിശദമായ പരിശോധന, ഈ സംഘത്തിൻ്റെ പരിശോധനയിൽ കൂടുതൽ സ്പോട്ടുകൾ കണ്ടെത്താൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ 4 പേരെ മാത്രമായിരിക്കുമോ ഇയാൾ കൊന്നു കുഴിച്ചു മൂടിയത്, അങ്ങനെ ആ രീതിയിലുള്ള സംശയം. അതിൽ കൂടുതൽ ആളുകളെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയിട്ടുണ്ടാകുമോ? ഈ പല കേസുകളും തിരോധാന കേസുകളാണ്. ഈ കാലയളവിൽ, ഈ 20 വർഷ കാലയളവിൽ കാണാതായിട്ടുള്ള സ്ത്രീകളുടെ തിരോധാന കേസുകളിലൊക്കെ സെബാസ്റ്റ്യനെ സംശയിക്കുന്നുണ്ടോ അന്വേഷണ സംഘം? ഒന്നും പറയാനാകാത്തൊരവസ്ഥയാണ്. കാരണം അന്വേഷണ സംഘങ്ങൾ കരുതുന്നത് ഈ സ്ത്രീകൾ ആരും തന്നെ ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർ അപായപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കണക്കുകൂട്ടൽ തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സെബാസ്റ്റ്യനെ സംബന്ധിച്ച് കേസിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളത് ജൈനമ്മ തിരോധാന കേസിൽ മാത്രമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് അയാളെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഈ സ്ത്രീകൾ എല്ലാവരുമായിട്ടും അടുത്ത ബന്ധം ഇയാൾ പുലർത്തിയിരുന്നു എന്നുള്ള